ആണല്ലോ ഇന്ന്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉയർപ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിനെ കണ്ടപ്പോൾ അവർ ആനന്ദഭരിതരായി എന്ന്. യേശുവിനെ കണ്ടപ്പോൾ അവർ ആനന്ദഭരിതരായി. ഉദ്ധിതനായ യേശുവിനെ അവർ കണ്ടപ്പോൾ അത്ഭുത പരിവർത്തനമാണ് അവർക്കുണ്ടായത്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവം അവർക്കറിയാം. യേശുവിനെ കുരിശിച്ച സമയം മുതൽ സൺഡേ, ഞായറാഴ്ച വൈകിട്ട് വരെയുള്ള അവരുടെ ജീവിതത്തിന്റെ ആ 2-3 ദിവസങ്ങൾ അവർ അനുഭവിച്ച മാനസികാവസ്ഥ എന്തായിരുന്നു? ഇതാണ് ആദ്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഈ 2-3 ദിവസങ്ങളിലായി ഈ ശിഷ്യ സമൂഹം അനുഭവിച്ച മാനസികമായ അവസ്ഥ അവരുടെ എന്തായിരുന്നു? ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കടുത്ത നിരാശ. എന്തെല്ലാം പ്രതീക്ഷയുമായിട്ടാണ് യേശുവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്, ഏതെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് ദൈവവേലയ്ക്കായി ഓരോരുത്തരും പുറപ്പെടുന്നത്, ഏതെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് കർത്താവിനെ പിൻപറ്റിയത് ഈ ശിഷ്യന്മാർ. അവരുടെ സ്വന്തം ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റിയ ശിഷ്യന്മാർ അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. അവരുടെ കുടുംബവും അവരുടെ കൂട്ടവും അവരുടെ സഹോദരങ്ങളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് യേശുവിന്റെ കൂടെ പോയതാണ്. 3.5 വർഷക്കാലം യേശുവിനോട് ജീവിച്ചു. പക്ഷേ ഇപ്പോൾ ഈ 2-3 ദിവസങ്ങൾ അവർക്ക് ഉണ്ടായ പ്രഷർ, അവർക്കുണ്ടായ ഭാവവ്യത്യാസം, മാനസിക സംഘർഷം ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഇത് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? പലതും പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ വിളിക്കുമ്പോൾ നിരാശരായി തീരരുത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവര് കർത്താവ് വിളിച്ചതിൽ ഏറിയ കൂറും ആളുകൾ മീൻപിടുത്തക്കാരായിരുന്നു, മുക്കുവന്മാരായിരുന്നു. പത്രോസും അന്ത്രയോസും ഒക്കെ, യോഹന്നാനും ഒക്കെ, യാക്കോബും ഒക്കെ അവരുടെ അപ്പനെയും അമ്മയും അവരുടെ പണിസാധനങ്ങളെയും വളർത്തുകയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയതാ. ചുരുക്കി പറയാമല്ലോ, ചുങ്കക്കാരൻ മത്തായി പോലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിച്ചായിരിക്കും ഒരുപക്ഷെ യേശുവിന്റെ പിന്നാലെ കൂടിയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം വിപരീതമായിട്ടാണ് അവർക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ കടുത്ത നിരാശ അവർക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ മങ്ങുമ്പോൾ നിരാശരായി തീരരുത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ശിഷ്യന്മാർക്ക് തികഞ്ഞ ഭയം. അവിടുത്തെ അന്നത്തെ ഗവൺമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അന്നത്തെ റോമ ഗവൺമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. മാത്രവുമല്ല, യേശുവിന്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ അനുയായി എന്ന് അറിഞ്ഞാൽ നിശ്ചയമായിട്ടും ശിക്ഷയുണ്ട്. ആപത്ത് കൂടിയിരിക്കുക. അങ്ങനെ ആപത്ത് കൂടിയിരിക്കുന്നു. ഗവൺമെന്റിനെ ധിക്കരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, യഹൂദന്മാരുടെ പരമോന്നത കോടതി ആ സന്നിധി സംഘം, ആ സന്നിധി സംഘം ഇവരെ കണ്ടാൽ വെറുതെ വിടത്തില്ല. കാറ്റിനെ കണ്ട റാറ്റിനെ പോലെയാണ് അവർ ഓടി ഒളിച്ച് മാളത്തിൽ കയറും. അതുപോലെ ഒളിച്ച് പാർക്കുകയാണ്. അപ്പോ കടുത്ത ഭയമാണ് ഈ ശിശു സമൂഹത്തിനുള്ളത്. യേശുവിനെ വിട്ടുപിരിഞ്ഞ് കഴിയുന്ന ഈ ശിശു സമൂഹത്തിന് കടുത്ത നിരാശയും കടുത്ത ഭയവുമാണ്. മൂന്നാമതായിട്ട് ഈ ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ ലജ്ജയാണ്.
ഞാൻ പറഞ്ഞല്ലോ, നിരാശയും അവർക്ക് ഭയവും ഉണ്ടായി, അതിനോടൊപ്പം ലജ്ജയും ഉണ്ടായി. ലജ്ജിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥ, മാനസികാവസ്ഥയായിരുന്നു അവരുടേത്. കാരണം ഒരു നിർണായക നിമിഷത്തിൽ ഗുരുവിനെ വിട്ടുകളഞ്ഞിട്ട് ഓടി ഒളിച്ച അല്ലെങ്കിൽ ഓടിപ്പോയ ശിഷ്യന്മാരാണ് ഇവരെല്ലാം, അല്ലേ? ആപത്ത് വരുമ്പോൾ വിട്ടിട്ട് പോകുന്ന സഹോദരങ്ങള്, പ്രയാസങ്ങൾ വരുമ്പോൾ തള്ളിക്കളയുന്ന കുടുംബാംഗങ്ങള്, രോഗം വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത സമസൃഷ്ടങ്ങള് ഒക്കെ ഇവരുടെ പ്രതിനിധിയാണ്. യേശുവിന് കട്ടതയുടെ, പ്രയാസത്തിന്റെ, മരണത്തിന്റെ താഴ്വരയിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ കൂടെ മൂന്നര വർഷക്കാലം ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരേ അനുഭവത്തിലൂടെ പോയ ഈ ശിഷ്യ സമൂഹം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോ അവർക്ക് ലജ്ജയല്ലാതെ എന്താണുള്ളത്? അത്രമാത്രം വാടിയ മുഖത്തോടു കൂടിയ അവർ ഒത്തിരി വീരവാദമൊക്കെ മുഴക്കിയവരവര്. പത്രോസ് പോലും യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത്, കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് കൂടെ പോയ ഒരു ദാസന്റെ കാലിന് കൊടുത്തൊരു വെട്ട്, വാളെടുത്ത് വെട്ടി. അത്രമാത്രം ശക്തമായിരുന്നു. എന്തിനു പറയുന്നു? നമ്മുടെ തോമാശ്ലീഹ പോലും പറഞ്ഞു, അവരോട് യെരൂശലേമിലേക്ക് കർത്താവ് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരോട് കൂടെ മരിക്കുവാൻ നമുക്കും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിന് വേണ്ടി മരിക്കുവാനും യേശുവിനെ സംരക്ഷിക്കുവാനും ഒക്കെ കൂടെ നടന്ന ശിഷ്യ സമൂഹത്തിന് ഇപ്പൊ ലജ്ജിക്കാനേ വകയുള്ളൂ. ഇതാണ് മൂന്നാമതായിട്ട് അവർക്ക് ഭവിച്ചതായ മാനസികമായ അവസ്ഥ. നാലാമതായിട്ട് അവരെ ബാധിച്ച മാനസികാവസ്ഥ ശൂന്യതാബോധമാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ സാറ്റർഡേ വരെയുള്ള സമയം അവർക്ക് ശൂന്യതാബോധമായിരുന്നു. ഒരു ശൂന്യതയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. 3.5 വർഷക്കാലം യേശുവിനോടൊത്ത് രാവും പകലും ഗലീല, യഹൂദ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ യേശുവിനോടൊപ്പം ജനിച്ച് ജീവിച്ച് ഒക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്നേഹവാനായ യേശുവിനെയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് ആ യേശുവില്ല. അപ്പോൾ അവർക്ക് ഒരു ശൂന്യതാബോധം അവർക്കുണ്ടായി. എന്തോ നഷ്ടപ്പെട്ടു പോയി, എന്തോ കൈവിട്ടു പോയി എന്നുള്ള ഒരു ശൂന്യതാബോധം. ഇത് പലപ്പോഴും നമുക്കും ഉണ്ടാകാറില്ലേ എന്ന് ചിന്തിക്കണം. എന്തായാലും ആ സ്നേഹസമ്പന്നനായ യേശുവിനെ പിൻപറ്റാതെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വർദ്ധിക്കും. അപ്പോ കടുത്ത നിരാശയും ഭയവും ആകുലചിന്തയും എന്നുവേണ്ടി ലജ്ജയും ശൂന്യതാബോധവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറിക്കിട്ടണമെങ്കിൽ യേശുവിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ പരാജയമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്നത് 2-3 കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആത്മീയ പുരോഗതിക്ക് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒന്നാമതായിട്ട് നിത്യമായ പ്രത്യാശ. മരണത്തെ ജയിച്ച യേശു നമുക്ക് നൽകുന്ന ഒന്നാമത്തെ കാര്യമാണിത്. നിത്യമായ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം പ്രത്യാശയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും യോബ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ചോദ്യം, മരണം ജീവിത അന്ത്യമല്ല, മരണം ജീവിത അന്ത്യമാണെന്ന് ലോകം പറയുമ്പോൾ ദൈവവചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന് യോബ് ചോദിക്കുന്നു. മരണം ഒരു ജീവിത അന്ത്യമല്ല നമ്മുടെ വിശ്വാസപ്രകാരം. വീണ്ടും സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ, നിന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് ദാവീദ് പറയുന്നു. അപ്പോ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും പൗലോസ് പറയുന്നു,
1 കൊരിന്ത്യർ 15:19 പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ നമ്മളെന്ന്. നമ്മൾ ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അപ്പോ പ്രത്യാശയുള്ളവരായി നമ്മൾ ജീവിക്കണം. നിത്യമായ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതിനാൽ നിരാശ പാടില്ല. നിത്യമായ പ്രത്യാശ ഉള്ളവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണല്ലോ പലപ്പോഴും ഈ തേങ്ങലും അല്ലെങ്കിൽ നമുക്ക് പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നിത്യമായ പ്രത്യാശ നമുക്ക് വേണം. ഈ 1498 വാസ്കോ ഡി ഗാമ കേരളത്തിലേക്ക് വന്നല്ലോ, ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിൽ എത്തിയല്ലോ. അപ്പോൾ അദ്ദേഹം ആ എത്തിച്ചേർന്ന സ്ഥലത്തിന് പേരിട്ടത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ്. നല്ല പ്രത്യാശ അല്ലെങ്കിൽ നല്ല പ്രത്യാശയുടെ മുനമ്പ് എന്നാണ് പേരിട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ, ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ആ പ്രത്യാശയുടെ അനുഭവം നമുക്കും ഉണ്ടാകും. അപ്പോ നിത്യമായ പ്രത്യാശ നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമതായിട്ട് നിത്യമായ സമാധാനം. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിന് 4 പ്രത്യേകമായിട്ടുള്ള പേരുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന പ്രഭു. സമാധാന പ്രഭു എന്ന് യേശുവിന് പേര് നൽകിയിരിക്കുന്നു യെശയ്യാ പ്രവാചകൻ. ആ വാക്ക് കർത്താവ് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് സമാധാനം. സമാധാന പ്രഭുവായ കർത്താവ് എല്ലാവർക്കും സമാധാനം നൽകുന്നു. പ്രിയമുള്ളവരെ, ശിഷ്യഗണത്തെ ആശ്വസിപ്പിക്കുവാൻ യേശു പറഞ്ഞതും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് യേശു തമ്പുരാൻ പറയുന്നു. യേശു സമാധാനത്തിന്റെ നായകനാണ്. നമ്മുടെ ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് നഷ്ടപ്പെടുന്നിടത്ത് അസമാധാനം ഉണ്ടാകും. യേശുവോടൊത്തുള്ള സമാധാനമാണ് നമുക്ക് ഇന്ന് ആവശ്യം. ദൈവമക്കളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സമാധാനമുള്ള മക്കൾ എന്നാണ്. ദൈവമക്കളായിരിക്കുന്നവർക്ക് അവരുടെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ സമാധാനമുള്ള മക്കൾ എന്നാണ്. അതുകൊണ്ട് ദൈവം നൽകുന്ന ഈ സമാധാനം, പ്രിയമുള്ളവരെ, ശത്രുക്കളെയെല്ലാം ഭയന്ന്, യഹൂദ മേധാവികളെല്ലാം ഭയന്ന്, വാതിലുകൾ അടച്ച് കതകിന് കുറ്റിയൊക്കെ ഇട്ട് ഭദ്രമാക്കി ഇരിക്കുന്ന ശിഷ്യ സമൂഹം, അവിടെയും ഭയം. അപ്പോ നമ്മൾ ഓർത്തു നോക്കണം, നമ്മുടെ ജീവിതത്തില് ഏതെല്ലാം കാര്യങ്ങൾ ഭദ്രമാക്കിയാലും ഭയക്കേണ്ടതായിട്ട് ഉണ്ട്. മാറാത്ത ഭയം, ഒരിക്കലും മാറാത്ത ഭയം, ഇത് ശിഷ്യ സമൂഹത്തെയും ബാധിച്ചു. പക്ഷെ അവിടെയും ആ ഉള്ളിലേക്ക് വാതിലുകൾ എത്ര ഭദ്രമാക്കി അടച്ചിരുന്നുവെങ്കിലും യേശു ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മൈ പീസ്. ലോകത്ത് ആർക്കും കൊടുക്കാൻ കഴിയാത്തതാ ഈ മൈ പീസ്. ദൈവത്തിന്റെ സമാധാനം അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് അനുഭവിച്ചറിയുവാൻ എനിക്ക് നിങ്ങളും ഈ ഉയർപ്പ് ദിവസത്തിൽ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം തന്നെ ഉണ്ടാകും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാകും. ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുവാനും യേശുവിന്റെ വലിയ സാക്ഷിയായി തീരുവാനും എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിത്യമായ സമാധാനത്തിന്റെ പങ്കാളികളായി, വക്താക്കളായി രൂപാന്തരപ്പെടുവാൻ ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അവർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവം തരുന്ന ദിവ്യമായ അനുഭവമാണ് നിത്യമായ ശക്തി. നിത്യമായ സമാധാനവും പ്രത്യാശയും മാത്രമല്ല, നിത്യമായ ശക്തി ദൈവം തരുന്നു. അപ്പോ ഈ വിശ്വാസിയായി ജീവിക്കുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ നിത്യമായ ശക്തി ആർജിക്കുവാൻ ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് അവിടെ പറയുന്നു. വീണ്ടും പറയുന്നുണ്ട് 1 കൊരിന്ത്യർ
12:9-10 പറയുന്നുണ്ട്, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നാം ഓരോരുത്തരും ഭയപ്പെടേണ്ട. നോട്ട് അഫ്രൈഡ്. നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കുക. ശക്തീകരിക്കുന്ന ദൈവം. സങ്കീർത്തനത്തിൽ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മൾ വീഴാതെ താഴാതെ താങ്ങുവാൻ തക്കവണ്ണം ശക്തമായ കരം, ശക്തീകരിക്കുന്ന കരം നമ്മുടെ കൂടെയുണ്ട്. ആ ശക്തമായ കരം ഉയർത്തിയാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന്. ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ ക്ഷീണം സംഭവിക്കുമ്പോഴും ഒക്കെയും മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ശക്തി വേണം. നമുക്കറിയാമല്ലോ, ഇവിടെ ഇട്ടിരിക്കുന്ന ക്ലോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഇട്ടിരിക്കുന്ന ക്ലോക്ക് അത് ഓടുന്നു, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, മറ്റെല്ലാം ആടിക്കൊണ്ടിരിക്കുന്നു. അത് ആടുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ അത് ഇളക്കി നോക്കണം. ഒരു സ്പ്രിങ്ങിനകത്ത് ഘടിപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇത് ആടുന്നത്. ആ പെൻഡുലത്തിന് ശക്തി കൊടുക്കുന്ന ആ സ്പ്രിങ്. അപ്പോ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അത് നിശ്ചലമാകാതെ ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ, ചരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഉയർപ്പിന്റെ സാക്ഷികളായ ശിഷ്യന്മാരോടൊപ്പം അവർ തികഞ്ഞ ആത്മവിശ്വാസമുള്ളവരായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷവും പ്രത്യാശയുള്ളവരായി തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ തക്കോണം ഈ വർഷത്തെ ഉയർപ്പിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഭവമാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.